ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു പേര് തന്നെയാണിത്. ഗസയ്ക്ക് സഹായവും തുണയും നൽകുക എന്നുള്ളത് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു സംഘം ആക്ടിവിസ്റ്റുകളുടെ നേതൃത്വത്തിലാണ് ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില ഗസ ലക്ഷ്യമാക്കി യാത്ര തിരിക്കുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ അവിടെ എത്തുക എന്നുള്ള തീരുമാനത്തോടു കൂടിയാണ് പുറപ്പെട്ടിരുന്നത്. പക്ഷേ അതിൻ്റെ ആദ്യ ദൗത്യം വേണ്ടെന്ന് വെക്കേണ്ടി വന്നു. അതിഭീകരമായ ഇസ്രായേലിൻ്റെ ആക്രമണത്തെ തുടർന്ന് തന്നെയാണ് അത് വേണ്ട എന്ന് വെച്ചത്. ഇപ്പോഴിതാ രണ്ടാമത്തെ ദൗത്യം ആരംഭിച്ച് നമ്മൾ കണ്ടതാണ്. അവർ ഗസയ്ക്ക് 150 നോട്ടിക്കൽ മൈൽ അകലെ എത്തിയിട്ടുണ്ട്. വളരെ ക്രൂഷ്യലായ ഒരു സ്ഥലം തന്നെയാണ് ഇതിനു മുമ്പുള്ള അവിടുത്തെ ആക്രമണങ്ങളൊക്കെ തന്നെ നോക്കുമ്പോൾ. അപ്പോൾ ഇന്ന് പരിശോധിക്കുന്നത് ഇസ്രായേലിൻ്റെ അവരുടെ നിലപാട് നമുക്കറിയാവുന്നത് തന്നെയാണ്. ഒരു തരത്തിലും ഫ്ലോട്ടിലയെ ഗസയോട് അടുക്കാൻ സമ്മതിക്കില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ ഉള്ളത്. അതിഭീകരമായ ഡ്രോൺ ആക്രമണം ഉൾപ്പെടെ കഴിഞ്ഞ സമയത്തൊക്കെ അവർ നടത്തുന്ന കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഫ്ലോട്ടില തീരം തൊടുമ്പോൾ എന്ന് തന്നെയാണ് പരിശോധിക്കുന്നത്. അജിംസ്, എന്തുകൊണ്ടാണ് ഫ്ലോട്ടില ഗസയിലേക്ക് എത്താൻ സമ്മതിക്കില്ല എന്ന് ഇസ്രായേൽ പറയുന്നത്? ഇസ്രായേലിനെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ഒരു സെറ്റ് ബാക്കാണ്. തീർച്ചയായിട്ടും ഗസയിലേക്ക് അവരിലൂടെ അല്ലാതെ ഒരു ഹ്യൂമാനിറ്റേറിയൻ കോറിഡോർ ഉണ്ടാകുന്നു എന്നുള്ളത് അവർ സമ്മതിക്കില്ല. ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെതായ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് മുഴുവൻ അവരിലൂടെ നടത്തണം, അവർ ചെയ്യണമെന്നാണല്ലോ അവർ പറയാറ്. അതൊരിക്കലും അവർ സമ്മതിക്കില്ല. നമുക്കറിയാം, ഇപ്പോൾ ഈ ഫ്ലോട്ടില വരുന്നത്, ഈ ഫ്ലോട്ടിലാണ് ഏറ്റവും വലിയ ഫ്ലോട്ടില, 10-50 കപ്പലുകളുണ്ട് അതിൽ. അപ്പോൾ അതിന് ഇറ്റലിയും ഗ്രീസും എസ്കോട്ട് വന്നിട്ടാണ്, 2 വാർഷിപ്പുകൾ തന്നെ എസ്കോട്ട് വന്നിട്ടാണ്. പക്ഷേ അവർക്ക് ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൽ മാത്രമേ അവർ വരുള്ളൂ. 160 നോട്ടിക്കൽ മൈൽ അകലെ നിന്ന് അവർ തിരിച്ചു പോകും. പിന്നെ ഈ ഫ്ലോട്ടില ഒറ്റയ്ക്കാണ് ഗസയിലേക്ക് പോവുക. ആ സമയത്താണ് ആക്രമണം പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ അവർ ഈ ഇസ്രായേലിൻ്റെ പരിധിയിലുള്ള മാരിടൈം ബൗണ്ടറിയിലേക്ക് അവർ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി എന്തു സംഭവിക്കാം എന്നുള്ളതാണ്. ഇന്ന് ഉച്ചയോടെ എത്തും എന്നാണ് കരുതിയതെങ്കിലും അതിന് എപ്പോൾ എത്തും, അവരെത്തുമോ ഒന്നും നമുക്കറിയില്ല. അവിടെ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്. ആ കമ്മ്യൂണിക്കേഷൻ ജാമറുകൾ വെച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ ശ്രമിച്ച കാര്യമൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു. എന്ന് മാത്രമല്ല, ഇസ്രായേലിൻ്റെ ഒരു വാർഷിപ്പ് ഇവരുടെ കപ്പലിന് 10 മീറ്റർ അടുത്ത് വരെ എത്തി എന്ന് പറഞ്ഞാൽ, ഒരു കപ്പൽ ഈ ചെറിയ ബോട്ടുകൾ പോലെയുള്ള ഷിപ്പുകളാണ് ഇതെല്ലാം. ഇതിന് 10 മീറ്റർ വരെ എത്തുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക, എത്രമാത്രം ഭീതിജനകമായ ഒരു കാഴ്ചയായിരിക്കും അത്. അവർ ഡ്രോൺ ആക്രമണം നടത്തുന്നു, അതുപോലെ ജാമറുകൾ ഉപയോഗിച്ച് അവരുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനം തകർക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ പല രീതിയിൽ അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർ മുന്നോട്ട് തന്നെയാണ്. പക്ഷേ ഇത് ഗസയിൽ എത്തുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോഴും ഒന്നും പറയാൻ കഴിയില്ല. കാരണം വരാനാണ് ഇന്ന് ഉച്ചയോടെ എത്തേണ്ടതാണ് അവർ. ഇപ്പോഴും നമുക്ക് അതിനെപ്പറ്റി വിവരങ്ങളൊന്നുമില്ല, വരുമോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള 3 കാര്യങ്ങളാണ്. മുമ്പ് മാവി മർമര എന്ന് പറയുന്ന മറ്റൊരു ഫ്ലോട്ടില 2012 ഒരു ഫ്ലോട്ടില തുർക്കിയിൽ നിന്ന് പുറപ്പെട്ടിരുന്നു. അന്ന് ആ ഫ്ലോട്ടിൽ ആക്രമിച്ച് അതിലുള്ളവരെ വധിക്കുകയാണ് ഇസ്രായേൽ ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മാസം മുമ്പ് മറ്റൊരു ഗ്രെറ്റ തുൻബെർഗ് ഒക്കെ ഉണ്ടായിരുന്ന മറ്റൊരു ഫ്ലോട്ടിൽ വന്ന് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ചെയ്തത്. ഇവരുടെ മുമ്പിൽ 2 വഴിയാണ്. ഒന്നുകിൽ ഇവർ ആക്രമിച്ച് കൊല്ലുക, ഈ മനുഷ്യന്മാരെ മുഴുവൻ, 50 കപ്പലുകളുള്ള മനുഷ്യന്മാരെ മുഴുവൻ കൊല്ലുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ അവരെ തടഞ്ഞ് മുമ്പത്തെ അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്ത് മാറ്റുക, അതല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഈ 3 ഓപ്ഷനാണ് ഇസ്രായേലിന് മുമ്പിലുള്ളത്. ആദ്യത്തെ 2 ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മുമ്പത്തെ പോലെയല്ല. അതായത് ഇൻ്റർസെപ്റ്റ് ചെയ്യുക, അവരെ തടയുക, അവരെ ഡിറ്റെയിൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ 2 മാസം മുമ്പ് വരെയുള്ളൊരു സിറ്റുവേഷൻ അല്ല ഇപ്പോഴുള്ളത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നൊരു ജനസൈഡാണെന്നും ആ ജനസൈഡ് തുടരാൻ ഒരേ ഒരു കാരണക്കാരൻ നെതന്യാഹുവും ഇസ്രായേലുമാണെന്നും ലോകത്തിന് ബോധ്യമായിട്ടുണ്ട്. ജനങ്ങൾക്ക് മാത്രമല്ല, ഭരണകൂടങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പിന്തുണയോടെ മാത്രമാണ് നടക്കുന്നതെന്ന് ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആളുകൾക്ക് കുറേ കൂടി, അതായത് എതിർവാദങ്ങൾ ഉയർത്താൻ പറ്റാത്ത വിധം ഇസ്രായേൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞ ഒരു സമയത്താണ് ഈ ഫ്ലോട്ടിൽ പുറപ്പെടുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അവരെ തടയുക എന്ന് പറഞ്ഞാൽ അത് ഒരു ഗെയിം ചേഞ്ചറായി മാറിയേക്കാം. ഒരു പക്ഷേ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല, ഒരു ഗെയിം ചേഞ്ചറായേക്കാം. അതിൻ്റെ കാരണം കുറേ കൂടി വോക്കലായി ഇസ്രായേലിനെതിരെ ലോകരാജ്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും ഇസ്രായേൽ ഡിപ്ലോമാറ്റിക്കലി ഒറ്റപ്പെട്ടൊരു സന്ദർഭം 2023 ഒക്ടോബർ 7 ശേഷം ഉണ്ടായിട്ടില്ല. അത്രമാത്രം ഒറ്റപ്പെട്ടൊരു സമയമാണ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. അതായത് UEFA ഇസ്രായേലിനെ പങ്കെടുപ്പിക്കരുത്, ഇസ്രായേൽ UEFA കപ്പിൽ കളിക്കും എന്നൊക്കെ ഒരു ടോക്ക് വന്നിരുന്നു. ഫിഫ ഇസ്രായേലിനെ ബോയ്ക്കോട്ട് ചെയ്യണം. ഈ 2 ആവശ്യങ്ങൾ ഈ ഫുട്ബോൾ ലോകത്ത് അതിശക്തമായൊരു സമയമായിരുന്നു. ഫിഫയിലെ അംഗരാജ്യങ്ങൾ ഉൾപ്പെടെ ഇസ്രായേലിനെ ബോയ്ക്കോട്ട് ചെയ്യണം, ഇസ്രായേലിനെ ബാൻ ചെയ്യണം, കളിപ്പിക്കാൻ പോലും സമ്മതിക്കരുത് എന്ന ഒരു ടോക്ക് വരുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ ഈ പുതിയ സമാധാന നിർദ്ദേശങ്ങൾ വരുന്നത്. ആ സമാധാന നിർദ്ദേശം ഒരു ട്രാപ്പാണ് എന്ന് അത് പുറത്തു വന്നോടൻ തന്നെ പലരും വിലയിരുത്തിയിട്ടുണ്ട്. അത് ട്രാപ്പായി അവനെ വഴിയുള്ളൂ. കാരണം അതിൽ കൺക്ലൂസീവായിട്ടുള്ള ഒരു തരം നിർദ്ദേശങ്ങളുമില്ല. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്ന ആ ഒരു കോഴ്സിലേക്കുള്ള ഒരു തരം റോഡ് മാപ്പും ആ നിർദ്ദേശങ്ങളിലില്ല. മാത്രവുമല്ല, ജനസൈഡ് തടയുക, അത് വെടിനിർത്തൽ എന്ന് പറയുന്നത് തന്നെ കൺക്ലൂസീവായിട്ടുള്ള എപ്പോൾ നടക്കും, അതിനൊരു ടൈം ലൈൻ ഒന്നും ഫിക്സ് ചെയ്യാത്ത കേവലം വാചോടാപാം മാത്രമാണ് അത് എന്ന് ആ സമയത്ത് തന്നെ ഒരു വിമർശനം ഉയർന്നിരുന്നു. അപ്പോഴാണ് ഈ ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞാൽ ഫുട്ബോളിൽ ഇസ്രായേലിനെ തടയുക എന്നുള്ളൊരു ആവശ്യം ഉയർന്നു വരിക എന്നുള്ള ചെറിയ കാര്യമല്ല. അത് അവരെ ബാൻ ചെയ്യുക എന്നുള്ളൊരു നിർദ്ദേശം വരുമ്പോൾ ഇങ്ങനെയൊരു സാധനം വയ്ക്കുക,
ഞങ്ങളിത് അവിടെ നിർത്താൻ പോകുന്നു, ഞങ്ങൾ നിർദ്ദേശം വയ്ക്കുന്നു, ഹമാസ് 72 മണിക്കൂറിനുള്ളിൽ അത് സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രംപിൻ്റെ ഒരു പ്രഖ്യാപനം വരുന്നത്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആ മൊമെൻറ്റം ആ ട്രംപിൻ്റെ പ്രഖ്യാപനത്തോടെ അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഫ്ലോട്ടിലെ ആക്രമിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ പഴയ മൊമെൻറ്റത്തിലേക്ക് തിരിച്ചു പോകാനും കുറേ കൂടി ഹാർഷായിട്ടുള്ള റിയാക്ഷൻസ് ലോകരാജ്യങ്ങളിൽ നിന്നുണ്ടാവാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കറിയില്ല, ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല ഇസ്രായേൽ എന്ത് ചെയ്യുന്നുള്ളത്. ഇസ്രായേലിൻ്റെ മുമ്പിൽ ആദ്യത്തെ 2 ഓപ്ഷൻ അവർ ഗ്യാരണ്ടിയാണ്, അവരത് ചെയ്തിരിക്കും. കാരണം മുൻ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ മാവിയ മർമര ഫ്ലോട്ടിലേക്കെതിരെയും അതിൽ ഇതിന് തൊട്ട് മുമ്പ് കാണുന്ന ഫ്ലോട്ടിലേക്കെതിരെയും ഇസ്രായേൽ എന്താണ് ചെയ്തത് നമ്മുടെ മുമ്പിലുണ്ട്. അത് അവരുടെ ബിഹേവിയറാണ്. ആ ബിഹേവിയർ വെച്ച് അത് രണ്ടും ചെയ്യാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ അവരെ കൊല്ലുക, ഈ ആക്ടിവിസ്റ്റുകളും ലോയേഴ്സും ഉൾപ്പെടെയുള്ള ആളുകൾ മുഴുവൻ കൊല്ലുക, അല്ലെങ്കിൽ അവരെ ഡിറ്റെയിൻ ചെയ്യുക എന്നുള്ളത് എന്തായാലും ഇസ്രായേൽ ചെയ്യുന്ന ഉറപ്പാണ്. പക്ഷേ അവർ മിണ്ടാതിരിക്കും, ഈ ഫ്ലോട്ടിൽ അങ്ങോട്ട് വരാൻ അനുവദിക്കും എന്നൊരു സാധ്യത കൂടിയുണ്ട്. ആ സാധ്യത ഞാൻ പറയാൻ കാരണം ഡിപ്ലോമാറ്റിക്കലി ഇപ്പോൾ ഇസ്രായേൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് ഇപ്പോൾ നടത്തുന്ന ഏതൊരു ശ്രമവും അവർക്ക് സെറ്റ് ബാക്ക് ആവുമെന്നുള്ള ഭീതിയിൽ ഒരുപക്ഷെ പൊക്കോട്ടെ എന്നവർ തീരുമാനിച്ചേക്കാം. അങ്ങനെ തീരുമാനിച്ചാൽ അതേക്കുറിച്ച് ഈ ഫ്രീഡം ഫ്ലോട്ടിലെ ആളുകൾ പറയുന്ന ഒരു കാര്യം, ഞങ്ങളിത് ചെയ്യുന്നത് ഒരു താൽക്കാലികമായി ഒരു 50 ഷിപ്പിൽ കൊണ്ടുപോയി അവർക്ക് സഹായം കൊടുക്കുക എന്ന് മാത്രമല്ല, ഇസ്രായേൽ വഴിയല്ലാതെ ഒരു ഹ്യൂമാനിറ്റേറിയൻ കോറിഡോർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാരണം ഈ യുദ്ധം ഉടനെ എങ്ങാനും അവസാനിക്കുമെന്നോ ഒന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല, ഈ ആക്ടിവിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നില്ല. ഭാവിയിലും ഇസ്രായേൽ ഈ ആക്രമണം തുടരുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവർക്ക് സഹായം എത്തിക്കാൻ ആവശ്യമായൊരു മാനുഷിക ഇടനാഴി കടലിലൂടെ സൃഷ്ടിക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഇസ്രായേൽ അതിന് സമ്മതിക്കുമോ? ഈ 3 ഓപ്ഷനും ഇസ്രായേലിന് സ്വീകാര്യമാവില്ല. ഈ അവസാനത്തെ ഓപ്ഷൻ ഒട്ടും സ്വീകാര്യമാവില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇസ്രായേലിൽ ഒരു കടുംകൈ ചെയ്താൽ, അവരെ ആക്രമിക്കാനോ അവരെ ഇൻ്റർസെപ്റ്റ് ചെയ്യാനോ അവരെ ഡിറ്റെയിൻ ചെയ്യാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ മുമ്പത്തെ ഫ്ലോട്ടുകളുടെ അനുഭവം ആയിരിക്കില്ല ഇസ്രായേലിന് നേരിടേണ്ടി വരും. ഇസ്രായേലിന് വലിയ തോതിലുള്ള സെറ്റ് ബാക്ക് ലോകരാജ്യങ്ങളുണ്ടാവും. ഒരുപക്ഷെ ഈ ഇസ്രായേൽ ഗസ വാറിൽ ഒരു ഗെയിം ചേഞ്ചർ ആവാൻ പോലും ഈ സ്മൂത്ത് ഫ്ലോട്ടിലയോട് ഇസ്രായേലിൻ്റെ പ്രതികരണം കാരണമാവാൻ സാധ്യതയുണ്ട്. നിഷാദിന് എന്താ തോന്നുന്നത്? ഇപ്പോൾ ഈ സിറ്റുവേഷൻസ് ഒക്കെ ഈ ഒരു രീതിയിലായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഫ്ലോട്ടില തീരം തൊട്ടോട്ടെ എന്നുള്ളൊരു നിലപാടിലേക്ക് ഇസ്രായേൽ എത്തുമോ? അതിനൊരു സാധ്യതയിലാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അവരെവിടെയെങ്കിലും പ്രത്യേക സഹായം കൊണ്ടുവന്ന് കൊടുക്കുന്നു, ആ സഹായം ഹമാസ് ഉപയോഗപ്പെടുത്തും എന്നതുപോലെയുള്ള പ്രശ്നമൊന്നും അല്ല ഈ ഫ്ലോട്ടില വരുമ്പം ഇസ്രായേൽ കാണുന്ന കാര്യം. ഫ്ലോട്ടിലയുമായിട്ട് വരുന്ന ആൾക്കാരുടെ ദൗത്യം എന്താണ്? ഇസ്രായേൽ ഇപ്പോൾ ഗസയ്ക്ക് മേൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഉപരോധം, സമുദ്ര ഉപരോധം, അതിനൊരു നിയമസാധുതയുമില്ല. അവിടെ പോകുന്ന ആൾക്കാരെ തടയാൻ ഇസ്രായേലിന് കഴിയില്ല എന്നത് സ്ഥാപിക്കലാണ് അവർ പോകുന്നതിൻ്റെ ഉദ്ദേശം. അല്ലാതെ അവർക്ക് ചെറിയ കപ്പലുകളിൽ ചെറിയ 50 രാജ്യങ്ങളിൽ നിന്നുള്ള 44 കപ്പലുകൾക്കകത്ത് കൊണ്ടുപോയാൽ തീരുന്നതല്ല ഗസയുടെ ഇപ്പോഴത്തെ ആവശ്യമെന്ന് നമുക്കറിയാം. അങ്ങനെ പോരാ. 100 കണക്കിന് ട്രക്കുകൾ ദിനംപ്രതി സഞ്ചരിച്ചാൽ മാത്രമേ ഗസ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയൂ. കാരണം 21 ലക്ഷത്തിലധികം മനുഷ്യർ പട്ടിണി കിടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണത്. അപ്പോൾ ഈ ചെല്ലുന്നതിൻ്റെ ഉദ്ദേശം നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ഇസ്രായേൽ ഗസയ്ക്ക് മേൽ നടത്തിയിരിക്കുന്ന ജല ഉപരോധം നിയമസാധുതയില്ലാത്ത ഒന്നാണ്. ഇസ്രായേലിൻ്റെ വഴികൾ അടച്ചു വയ്ക്കാൻ മാത്രമേ ഇസ്രായേലിന് അവകാശമുള്ളൂ. അതിന് പുറത്തുള്ള വഴികളിലൂടെ സഞ്ചരിക്കാനും ഗസയിൽ ചെന്ന് ചേരാനുമെല്ലാം ലോകത്തെ മറ്റ് രാജ്യങ്ങൾക്കും സമുദ്രയാനങ്ങൾക്കും അവകാശമുണ്ട് എന്നത് സ്ഥാപിക്കുകയാണ് ഈ പോക്കിൻ്റെ ഉദ്ദേശം. 2, ഫലസ്തീൻ അവരുടെ പ്രാദേശിക വാട്ടർ ഏരിയയിലുള്ള അവരുടെ സ്വാതന്ത്ര്യം എന്നത് നിലനിൽക്കുന്ന ഒന്നാണ് സ്ഥാപിക്കുക. മറ്റേ ഉപരോധം നിയമപരമല്ല എന്ന് സ്ഥാപിക്കുക. ഉണ്ടാക്കിയിരിക്കുന്ന ഉപരോധത്തെ വളരെ സമാധാനപരമായ മാർഗത്തിലൂടെ തകർക്കുക, ഒരു പുതിയ വേ സൃഷ്ടിക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യം ഇസ്രായേലിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. കാരണം അവരുടെ ഒരു അടിമത്തൊഴുത്ത് എന്ന നിലയ്ക്കാണ് അതിനെ ട്രീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അവിടുത്തെ എയർ സ്ട്രിപ്പുകൾ പോലും ഇസ്രായേൽ തകർത്ത് കളഞ്ഞു ഗസയിലെ. കാരണം ഞങ്ങൾ വഴിയല്ലാതെ, ഞങ്ങളുടെ നിയന്ത്രണമില്ലാതെ, ഞങ്ങളുടെ ചെക്ക് പോസ്റ്റ് ഇല്ലാതെ, ഞങ്ങളുടെ കണ്ണിൽ കാണാതെ ഒന്നും ഗസയിലേക്ക് പോകാനോ തിരിച്ചു പോകാനോ പാടില്ല എന്നാണ് ആ രാജ്യം കാണുന്ന കാര്യം. അപ്പോൾ അവർ ഇപ്പോൾ അന്താരാഷ്ട്ര കപ്പൽച്ചാലിലൂടെ ആർക്ക് സഞ്ചരിക്കാം? ഇസ്രായേലിന് തടയാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ ഫലസ്തീൻ്റെ ഗസയുടെ വാട്ടർ ഏരിയയിലേക്ക് കടക്കുമ്പോഴും ഇസ്രായേലിന് നിയമപരമായി തടയാൻ പറ്റില്ല. കാരണം അങ്ങനൊരു ഉപരോധം ഗസയ്ക്ക് മേൽ ലോകത്തെ UN അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസികളോ സമുദ്ര നിരോധനമോ അല്ലെങ്കിൽ ഉപരോധമൊന്നും ഗസയ്ക്ക് മേലില്ല. ഗസയ്ക്ക് മേൽ ഇസ്രായേൽ സ്വയം പ്രഖ്യാപിച്ചെങ്കിൽ ചില ഇത് ഞങ്ങൾ പറ്റില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഇല്ലാതായാൽ ഫ്രീ ആയിട്ട് ആർക്കും വരാം എന്ന് വന്ന എന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ഇസ്രായേൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കില്ല എന്നത് വരും. അവർക്ക് ലോകത്ത് ഇസ്രായേൽ വഴി അല്ലാതെ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവും, അതുവഴി അല്ലാതെ ചരക്ക് നീക്കം ഉണ്ടാവും, അതുവഴി അല്ലാതെ ആൾക്കാരുടെ യാത്ര നടക്കും. അത് ഒരിക്കലും ഇസ്രായേൽ അംഗീകരിക്കാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലോകം നോക്കി നിൽക്കുന്നു. അതായത് ഗസ എന്ന് പറഞ്ഞ രാജ്യത്തെ ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ ഇസ്രായേൽ വഴി അല്ലാതെ ആൾക്കാർ അങ്ങോട്ടേക്ക് പോവുകയും വരികയും ചെയ്യുന്നതിനെ ഇസ്രായേൽ അതും അന്യായമായി തടയുന്നു എന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതും ലോകം നോക്കി നിൽക്കുന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഭീതിതമായ കാര്യം. അതിനെ മറികടക്കാൻ ഇവർക്ക് പറ്റും. എനിക്ക് തോന്നുന്നില്ല ഇവർ അടുത്ത് വരുമ്പോൾ ആക്രമിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. അവർ അടുത്ത് വരുമ്പോൾ
ഇവരുടെ ഇൻ്റർനെറ്റെല്ലാം കട്ട് ചെയ്ത് ഇവരുടെ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്താണെന്ന് ലോകം അറിയാതിരിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കും. രണ്ടാമത് അവർ ഡീറ്റെയിൻ ചെയ്യും, തടവിൽ വെക്കും, അവരുടെ കപ്പലെല്ലാം പിടിച്ചെടുക്കും, അവരെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യും. അതാണ് ഇസ്രായേൽ ചെയ്യാൻ പോകുന്നൊരു കാര്യം. നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ ഭയങ്കര അറ്റാക്കിങ് അഗ്രസീവായിട്ടുള്ള സമീപനം ഇസ്രായേൽ എടുത്തിരുന്നു. ഇവരെ അറ്റാക്ക് ചെയ്യുക, ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിക്കുക, കപ്പൽ തകർക്കുക, ആളെ കൊല്ലുക, ഇതുപോലത്തെ പണിയൊക്കെ പണ്ടെടുത്തിരുന്നുണ്ട്. പക്ഷേ ഇത്തവണ ഇസ്രായേൽ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പലതവണ ഒരുപാട് ഇസ്രായേൽ സമവായത്തിന് ശ്രമിച്ചു. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ശരിയല്ല, ഇതൊരു യുദ്ധമേഖലയാണ്, ഞങ്ങളുടെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇതിനകത്തുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ കാര്യം ചെയ്യൂ, ഈ കൊണ്ടുവന്ന സാധനമൊക്കെ നമുക്ക് തരും, ഞങ്ങളുടെ തുറമുഖം വഴി ഞങ്ങൾ കടത്താം എന്ന് പറഞ്ഞു. സാധാരണ നിലയ്ക്ക് ഇസ്രായേൽ അങ്ങനെ ഒരു അനുനയത്തിൻ്റെ പാത മുന്നോട്ട് വെക്കുന്ന ഒന്നല്ല. ഞങ്ങൾ വേണമെങ്കിൽ കൊടുത്തോളാം എന്ന്. കാരണം ഈ വരുന്ന ആൾക്കാരെ ആക്രമിക്കുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്താൽ പണ്ട് കിട്ടുന്ന ഒരു ഗ്രൗണ്ട് ഇപ്പോൾ കിട്ടുന്നില്ല എന്ന് അവർക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇവരിത് കൊണ്ടുവരുന്ന നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇത് കൊടുക്കുക, ഇത് കൊടുത്ത് എല്ലാവരുടെയും പട്ടിണി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടെ അല്ല. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അവർ പറഞ്ഞ എവിടെയെന്ന് അറിയാമോ, ഞങ്ങൾ ഇവിടെ വന്ന് പാതിയിൽ വന്നിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന അരിയും പഞ്ചസാരയെല്ലാം നിങ്ങളെ ഏൽപ്പിച്ച് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താവും? നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഉപരോധം നിയമപരമാണെന്നും അത് ലോകം മുഴുവൻ അംഗീകരിക്കുന്നതാണെന്നും വരും. ഞങ്ങൾ ആ പണിക്കില്ല. നിങ്ങളിപ്പോൾ ഞങ്ങൾ കൊടുത്തോളാം എന്നുള്ള ഏർപ്പാട് വേണ്ട, ഞങ്ങൾ കൊടുത്തോളാം. നിങ്ങളാരാ കൊടുക്കാൻ? നിങ്ങൾക്ക് അങ്ങനെ തടയാൻ എന്താണ് അധികാരം? ഇവരുടെ വാട്ടർ ഏരിയയിൽ തടയാനും കടന്നു കയറാനും നിയന്ത്രണം ഏർപ്പെടുത്താനും ബ്ലോക്കേഡ്സ് വെക്കാനുള്ള നിങ്ങളുടെ അവകാശം എന്താണ്? ആ അവകാശത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു തത്വശാസ്ത്ര നിലപാടാണ്. ആ നിലപാടിന് വേണ്ടിയായിരുന്നു. പഞ്ചസാര കൊടുക്കാൻ വരുന്നതല്ല ശരിക്കും. അപ്പോൾ അവിടെ ഇസ്രായേൽ സത്യത്തിൽ ഒരു പ്രഷർ അനുഭവിക്കുന്നുണ്ടാവും എന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. പക്ഷെ എന്നാലും അവരത് ദീർഘകാല അവരുടെ ലക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അനുവദിക്കാനുള്ള സാധ്യതയില്ല. നമ്മളിത് കാണേണ്ട ഒരു കാര്യം എന്നറിയാമോ, ഇപ്പോഴും നമ്മുടെ ഈ ഇന്ത്യയിൽ മാത്രം ഈ വിഷയം കാണുന്ന ആൾക്കാർ വിചാരിക്കുന്നത് ഇത് ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ പ്രശ്നമാണ്, പ്രത്യേക മതക്കാരുടെ പ്രശ്നമാണ്, ലോകത്തിന് ഇത് കൺസേൺ അല്ല എന്നാണ്. 50 രാജ്യങ്ങളിൽ നിന്ന് 44 കപ്പലുകൾ, ചില്ലറക്കാരൊന്നുമല്ല, ലോകത്ത് തന്നെ ശ്രദ്ധിക്കപ്പെട്ടുള്ള ആക്ടിവിസ്റ്റുകൾ, വിവിധ രാജ്യങ്ങളുടെ സപ്പോർട്ട്, സ്പെയിൻ്റെ സപ്പോർട്ടോടെയും മലേഷ്യയുടെ സപ്പോർട്ടോടെയൊക്കെയുള്ള കപ്പലുകളാണ് ഇതിൽ വരുന്നത്. അത്രയും പ്രധാനപ്പെട്ട ആളുകൾ, ആക്ടിവിസ്റ്റുകൾ, ഡോക്ടർമാർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയിട്ടുള്ള എല്ലാ സെക്ടേഴ്സിൽ നിന്നുള്ള ആളുകൾ എത്ര വർഷങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ വലിയൊരു സംഘം വരികയാണ്. ഗസ എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ താല്പര്യം മാത്രമാണ്, ബാക്കി എല്ലാവരും ഇസ്രായേലിൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന കുറേ പേരെ നമ്മൾ ഇതിൻ്റെ താഴെയും കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയല്ല, ലോകത്തെ മനുഷ്യന്മാർ റിസ്ക് എടുക്കുകയാണ്. ഇസ്രായേൽ കൊല്ലും എന്നൊക്കെയുള്ള പേടിച്ചിട്ടും ഏറ്റവും അപകടകരമായ വാട്ടർ ഏരിയയിലേക്ക് അവർ കടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ജീവിച്ചിരുന്ന പറ്റുന്ന മനുഷ്യന്മാരെ ഇവരൊക്കെ. പക്ഷെ അവർ ആ റിസ്ക് എടുക്കുകയാണ്. എന്ന് വെച്ചാൽ എന്താണ്? ലോകം ഫലസ്തീൻ കോസിൻ്റെ കൂടെയും ഫലസ്തീനിലെ ഗസയിലെ മനുഷ്യന്മാരുടെ കൂടെയും നിൽക്കുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യം. ലോകം മുഴുവനുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഭരണകൂടങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട് അവർക്കുണ്ട്. അതിനിപ്പോൾ വിജയിച്ചിട്ടില്ലെങ്കിൽ കൂടിയും ഇത് ഭയങ്കര ആശ്വാസദായകമായ കാഴ്ചയാണ്. ലോകത്തിൻ്റെ ഒരു സോളിഡാരിറ്റി, ഒരു ഐക്യദാർഢ്യമാണ് നമ്മൾ ഈ കാണുന്നത്. ഒരുപാട് മനുഷ്യർ ഗസയ്ക്ക് വേണ്ടി, നമ്മൾ ചില ആൾക്കാർ ഗസയ്ക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കുന്നു, അല്ലെങ്കിൽ ഗസയ്ക്ക് വേണ്ടി അഭിപ്രായങ്ങൾ മാത്രം പറയുന്നു, ഗസയ്ക്ക് വേണ്ടി സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ മാത്രം ഇടുന്നു. അങ്ങനെയല്ല, ഗസയ്ക്ക് വേണ്ടി വേണമെങ്കിലും മരിക്കാനും, ഇസ്രായേലിൻ്റെ ആക്രമണത്തിൻ്റെ ഡ്രോൺ വന്ന് വീണാൽ അതിനകത്ത് ചാമ്പലാവാനും സന്നദ്ധരാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മനുഷ്യർ ആ യുദ്ധഭൂമികയിലേക്ക് പോകാൻ ഇറങ്ങിത്തിരിക്കുന്നു. എന്ന് വെച്ചാൽ ഗസയും അതിൻ്റെ ആ പൊളിറ്റിക്കൽ കോസും കൂടുതൽ വ്യാപ്തി നേടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആ നിലയ്ക്ക് ഭയങ്കര ഹോപ്പ്ഫുള്ളാണ്. അതെ, ഗസയ്ക്ക് വേണ്ടി പുറപ്പെട്ട ആളുകളാണ്. ഏതായാലും ഉച്ചയോടുകൂടി ഇവിടെ എത്തേണ്ടതായിരുന്നു. നമുക്ക് വരും മണിക്കൂറുകളിൽ തന്നെ അറിയാം ഫ്ലോട്ടില ഗസ തീരം തൊട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം.